ഹായ് ഫ്രണ്ട്സ്, ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ബാക്ക് ടു ഒരു കനാഡിയൻ മലയാളി. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അധികം താമസിപ്പിക്കുന്നില്ല. സോ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആയിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പ്രോത്സാഹിപ്പിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അത് അലക്സ എക്കോ പ്ലസ് ഈ സംഭവമാണ്. അൺബോക്സിങ് ആൻഡ് റിവ്യൂ എല്ലാം കേട്ടോ, എല്ലാ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊട്ടിക്കാം, പാക്കറ്റ് പൊട്ടിക്കാം, നേരെ കിടക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ എക്കോ പ്ലസ്. ഇതാണ് ഇതിൻ്റെ പാക്കറ്റ് വരുന്നത്. ഇത് പാക്കറ്റിലാണ് വരുന്നത്. സംഭവം കണ്ടല്ലോ. അപ്പം നമുക്ക് പാക്കറ്റ് തുറക്കാം. ഇതാണ് പാക്കറ്റ് തുറന്ന് നമ്മൾ സംഭവം കണ്ടല്ലോ. എക്കോ പ്ലസ് ഒക്കെ ഉള്ളൂ. പുറത്ത് കാണാൻ വലുതായിട്ടില്ല, കുറച്ച് എഴുത്തും പിടുത്തമൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പുറകെയൊക്കെ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്ന, അലക്സ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എന്തുവാ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ്. ബൾബ്, സ്മാർട്ട് ഫോം. അപ്പം സാധനം പെട്ടി തുറക്കാം, തുറന്നെടുക്കാം. വാ ഊരിടുകയാണ്. ഇതാണ് അതിൻ്റെ അകത്തുള്ള ഒരു സെപ്പറേറ്റ് കറുത്ത ബോക്സ് പോലെ. ആ ബോക്സിൻ്റെ അകത്താണ് ഇനി അലക്സയ്ക്കുന്നത്. നമുക്ക് അപ്പോൾ അത് തുറക്കാം. അപ്പോൾ അത് തുറക്കുകയാണ്. തുറന്നു പോയിരുന്നാണ്ട് ഇരിക്കുന്നത്. ഇതാണ് അലക്സ, ആമസോൺ എന്നറിയപ്പെടുന്ന എക്കോ പ്ലസ്. അലക്സ എന്ന് നമ്മൾ വിളിക്കും, എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് അലക്സനെ എടുക്കാമല്ലേ. എടുക്കുകയാണ് ഞാൻ. നല്ലൊരു പാക്കറ്റ് സീലൊക്കെ ചെയ്താൽ വെച്ചേക്കുന്നത്, പോറലും പിടുത്തതും വരാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതാണ് സംഭവം. അപ്പം നമുക്കിത് ഊരി എടുത്തേക്കാം അല്ലേ. ഞാൻ ഊരുവാണ്. അത് തുറന്നുകൊണ്ട് ഇതാണ് അലക്സ. 2 സ്വിച്ച് ഉണ്ട്, മേളിൽ ബട്ടൺ. അപ്പം അതിൻ്റെ അകത്ത് ബോക്സ് നമുക്ക് നോക്കാം. ബോക്സിൽ മെയിനായിട്ട് കുറച്ച് ലീഫ്ലെറ്റ് ഉണ്ട്. അതിൻ്റെ കാണുന്നതാണ് ലീഫ്ലെറ്റ്. അതിൻ്റെ കാര്യങ്ങൾ, യൂസർ മാനുവലും വാറണ്ടി കാർഡും സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല, അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാണ് ചാർജിങ് അല്ല, അതിൻ്റെ പവർ കോഡ്, പവർ സപ്ലൈ. ഇത് എപ്പോഴും കുത്തിയിടണം. ഇത് കണക്ട് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതെ പകരം നമുക്ക് ബാറ്ററി ഡോക്ക് മേടിക്കാൻ കിട്ടും അലക്സയുടെ. അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അകലെ കൊണ്ടുപോകണമെന്നുണ്ട്, പുറത്തോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, അത് അലക്സയുടെ പിടിപ്പിച്ചേക്കാൻ പറ്റും. ആ ബേസ് പിടിപ്പിച്ചേക്കാൻ പറ്റും. അപ്പം ഇത് വയർലെസ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. വീട്ടിൽ വെച്ചുള്ള ഉപയോഗത്തിനാണെങ്കിൽ എപ്പോഴും എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് കറണ്ട് കുത്തിയിടുന്നതാണ് നല്ലത്. ഇതാണ് അതിൻ്റെ ചാർജിങ് സോക്കറ്റ്. 21 വാട്ട്സിൻ്റെ പവർ ചാർജറാണെന്ന് പറഞ്ഞാൽ, പവർ ഡോക്കാണെന്ന് പറഞ്ഞാൽ. നല്ല സ്പീക്കറൊക്കെ നല്ല ഫുൾ സ്പീക്കറാണ്. 21 വാട്ട്സിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ അതിനനുസരിച്ച് പവർ വേണമല്ലോ. അപ്പം ഡ്യുവൽ സ്പീക്കറാണ്. അപ്പോൾ അതിന് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതിനകത്ത്. അപ്പം നമുക്കത് എന്നാൽ കണക്ട് ചെയ്തേക്കാം. അപ്പം നമ്മൾ ചാർജിങ് ഡോക്കൊക്കെ കറണ്ടൊക്കെ കുത്തി ഇനി അത് അലക്സയുടെ ബാഗിൽ കണക്ട് ചെയ്യണം. അലക്സയുടെ ബാഗിൽ 2 പോർട്ടുകളുണ്ട്, 2 ഹോൾസ്. ഒന്ന് ഓഡിയോ ഔട്ട്. അതിന് ഈ സ്പീക്കറിൽ നിന്ന് വേറെ വലിയ സ്പീക്കർ പോലെ JBL എല്ലാം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുത്താനുള്ളത്. പിന്നെ വേറെ ഒരെണ്ണം പവർ കോഡ് കുത്താനുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അത് കുത്തി കഴിയുമ്പോൾ അലക്സ ഓണാകും. അപ്പോൾ അലക്സ ഓണായി. അലക്സ ലോഡായിക്കൊണ്ടിരിക്കുക. അത് നേരം നീല കറങ്ങിക്കൊണ്ടിരിക്കും. ഈ നീല കറങ്ങുന്ന വൈഫൈ എല്ലാം കണക്റ്റ് ആവുന്നതാണ്. എല്ലാം കണക്റ്റായി, സാധനം സെറ്റായി. ഇനി നമുക്ക് സാധനം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അലക്സ വോളിയം 2. Alexa, who am I? I'm talking to Bince. This is Bince's account. Alexa, who am I? I'm not sure who's speaking, but you're in Bince's account. To teach me to recognize your voice, just say, Alexa, learn my voice. ഇതുണ്ടല്ലേ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഇങ്ങനെ എൻ്റെ ഒച്ച പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വോയിസ് റെക്കഗ്നേഷൻ ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്തു. അപ്പം വേറെ ആരും പറയുകയാണെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് ഓണാക്കിയിടാം.
പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള പേരുകൾ നമുക്ക് ഇടാൻ വേണം ഇതിന്. അലക്സ, who am I? I'm talking to Bince. This is നമ്മൾ ഈ അലക്സനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു ആപ്പുണ്ട്, അലക്സയുടെ ആപ്പ്, ആമസോൺ അലക്സ എന്ന് പറയുന്ന ആപ്പ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ മൊത്തം കസ്റ്റമൈസ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിൻ്റെ സെറ്റിങ്സ് മാറ്റുകയും എല്ലാ അപ്ഡേഷനും സംഭവങ്ങളെല്ലാം. അതുകൊണ്ട് ഫോൺ വെച്ച് നമ്മളിപ്പം അതിന് ഒരു ഫീൽഡുണ്ട്, ഇത്ര ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കും. അപ്പം ഒരു വീട്ടിലാണെന്ന് പറയും, അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോണിൻ്റെ അകത്തോടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അലക്സ അതിനനുസരിച്ചുള്ള ഇത് റെസ്പോണ്ട് ആക്കി തരും. ഇപ്പോൾ ഫോൺ ഉപയോഗിച്ച് നമുക്ക് കഴിയാം. പിന്നെ അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണത്. അതാണ് എൻ്റെ സാധനം, അലക്സ എക്കോ പ്ലസ്, ബിൻസസ് എക്കോ പ്ലസ് ആണെന്ന്. അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അതിൻ്റെ വോളിയം കൂട്ടാനും ബേസ് കൂട്ടാനും അതും ഇതും കാര്യങ്ങളും മാറ്റാനും പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള തന്നെ നമുക്ക് അനൗൺസ്മെൻ്റൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സബ്സ്ക്രിപ്ഷനും ആമസോൺ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനും, കോണ്ടാക്ട്സ്, റിമൈൻഡേഴ്സ്, പിന്നെ തിങ്സ് ടു ഡ്രൈവ്സ്, പിന്നെ സ്കിൽസുകൾ, പിന്നെ ഈ ലൈറ്റുകൾ, വീട്ടിലെ സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇത് നമുക്ക് ഫോൺ വിളിക്കുന്നതിൻ്റെയൊക്കെ സാധനം ശരിയാക്കുന്നതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഞാൻ പറഞ്ഞ ഫോണിൽ കൂടെ തന്നെ അലക്സയുടെ അലക്സയുടെ ഒരു 8ാമത്തെ ഒരു മൈക്രോഫോൺ നമുക്ക് ഫോണാക്കാം വേണേൽ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് കാണിച്ചല്ലോ അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ എക്കോ പ്ലസിന് നമുക്ക് സ്മാർട്ട് ഹോം ഹബ്ബ് വിത്താണ് വരുന്നത്. അപ്പം നമുക്ക് വീട്ടിലെ സാധനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഹോം എനേബിൾഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അലക്സ പ്ലേ സോങ്. Here is Spotify. കണ്ടല്ലോ ഇങ്ങനെ പ്ലേ ആവും. അലക്സ പോസ്. അലക്സ സിംഗ് ഹാപ്പി ബർത്ത്ഡേ. Okay, let's do this. 1, 2, 3. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday. നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറയാതെ അടുത്ത നിൽക്കുന്ന ഇത് ബസ്സിലാണ്. ഈ ബസ്സിൽ ഇങ്ങനെ തിരിച്ചാൽ മതി. കണ്ടോ അലക്സ ടെൽ മീ എ ജോക്ക്. Why did the tuna cross the road? Just for the halibut. Okay, thank you. Alexa, play something. Here is Spotify. Alexa, stop. Alexa, temperature please. Right now, it's 7 degrees Celsius. Tonight, expect a low of -3 degrees. Alexa, where are you right now? I'm here and my head is in the cloud. ഇതോട്ട് കുറേ ജോക്കുകളും തമാശകളൊക്കെ പറഞ്ഞു. ചുമ്മാ ചോദിക്കുമ്പോൾ മിണ്ടി പഞ്ഞിക്കാൻ നല്ല രസമാണ്. അലക്സ വാട്ട് ടൈം ഈസ് ഇറ്റ്? It's 6:06 p.m. അലക്സ വാട്ട് ടൈം ഈസ് ഇറ്റ് ഇൻ ഇന്ത്യ? In India, it's 3:36 a.m. അലക്സ വാട്ട് ടൈം ഈസ് ഇറ്റ് ഇൻ ഇറ്റലി? In Italy, it's 12:06 a.m. Alexa, who am I? I'm talking to Bince. This is Bince's account. Alexa, what's the news today? Bince, here's what's new. From CBC News. From CBC News, The World This Hour, I'm Dennis Kelman. An RCMP officer as well as a suspected gunman are Volume 2. dead after shootings in Alexa, stop. Renhuntis. ഭയങ്കര ഫാസ്റ്റാണ് ഇത് വോയിസ് റെക്കഗ്നിഷൻ ഭയങ്കര ഫാസ്റ്റാണ്. അലക്സ പ്ലേ. Stretched across the province of Nova Alexa, stop. ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ പുറകിൽ വോയിസ് കൺട്രോൾ നമുക്ക് മൊത്തം ചെയ്യാം നമ്മുടെ വോയിസ് വെച്ച്. പിന്നെ നമ്മുടെ വീട്ടിൽ മൊത്തം സ്മാർട്ട് ഹോം ആക്കാം. എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഹോം എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസസ്, ലൈറ്റ്, ഫാൻ, TV, AC, ഫ്രിഡ്ജ് എല്ലാം കൺട്രോൾ ചെയ്യാം. പിന്നെ നല്ല 360 ഡിഗ്രി ഒമ്നി ഡയറക്ഷണൽ ഓഡിയോ ആണ് അത് വിത്ത് ഡോൾബി അറ്റ്മോസ്. പിന്നെ വോയിസ് റെക്കഗ്നിഷന് 7 മൈക്രോസ് വിത്ത് 7 മൈക്രോഫോൺസ് കണ്ടിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. അലക്സ, who is your father? I'm part of the Amazon family. Alexa,
Who built you? I'm made by Amazon. Alexa, when was you born? My birthday is November 6th, 2014. ഇത് മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ. ആമസോൺ മ്യൂസിക് ഇതിൻ്റെ കൂടെ മെയിൻ ടോപ്പ് ഫീച്ചേഴ്സ് ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ, റേഡിയോ പ്ലെയർ, സ്പോർട്സ് നെറ്റ്, സ്കോർ, TSN, ഇതൊക്കെ ഇവിടുത്തെയാണ് ഈ കാനഡയിലുള്ള സംഭവങ്ങൾ. പിന്നെ അത് ഫിലിപ്സിൻ്റെ ബൾബിൻ്റെയാണ്. സ്മാർട്ട് ബൾബ്, ഹാർഡിങ് ബൾബ്, അതൊക്കെ ബൾബുകളാണ്. ന്യൂസ്, അലക്സ നമുക്ക് ന്യൂസ് കേൾക്കാം, അതൊക്കെ ന്യൂസുകളാണ്. ഇത് നാഷണൽ പറ്റി നമുക്ക് പോസ്റ്റിൻ്റെ ഒക്കെ എന്തെങ്കിലും ട്രാക്ക് ചെയ്യാനുള്ളതൊക്കെ പറ്റും. പിന്നെ നമ്മുടെ ആമസോണിൽ ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ട്രാക്കിംഗ് ഒക്കെ നമുക്ക് കേൾക്കാം, അതിൻ്റെ ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് ആമസോൺ വഴി നമ്മുടെ ആമസോൺ അക്കൗണ്ട് അലക്സ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അലക്സയോട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. അലക്സ, ആഡ് ചില്ലി പൗഡർ ടു മൈ ഷോപ്പിംഗ് കാർട്ട്. It seems that Clubhouse chili powder is already in your Amazon cart. It's $14.49 with delivery by April 27th. To purchase, say buy it now. ഇപ്പം ഞാൻ വൈറ്റ് നൗ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഓർഡർ ചെയ്യും. വേറെ നമുക്ക് അലക്സാനെ ഉപയോഗിച്ച് നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. പിക്കാച്ചു. അലക്സ, പിക്കാച്ചു പ്ലീസ്. ഇതുണ്ട്. അപ്പം പിക്കാച്ചു വർക്ക് ചെയ്ത് തുടങ്ങി. പിക്കാച്ചു, പിക്കാച്ചു, പിക്ക. Pikachu, Pikachu, Pika, 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 Pika. Pikachu. Pikachu, how are you? Pikachu. നല്ല രസമാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ചെയ്യിപ്പിച്ചിരിക്കുക. ബോറടിക്കത്തില്ല. അലക്സ, എക്സിറ്റ്. പിന്നെ നമുക്ക് അലക്സ ഉപയോഗിച്ച് ഫോൺ കോൾസ് നടത്താം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കോൾസ് നമുക്ക് വിളിക്കുകയും ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ സ്കൈപ്പ് അക്കൗണ്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്കൈപ്പ് കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അലക്സ, കോൾ ഷാരോൺ, കാനഡ. Did you mean Sharon, Canada? യെസ്. വിളിച്ചോണ്ടിരിക്കുക. The lucky mobile customer you are calling is unable to receive your call. Your call cannot be completed as dialed. Please check the number and dial again. ഔട്ട് ഓഫ് കവറേജ് തോന്നുന്നു അവനൊക്കെ. അവനൊന്നും വിളിച്ചൊരിക്കും കിട്ടത്തില്ല അവസ്ഥ. അലക്സ, ഹാങ് അപ്പ് ദ കോൾ കട്ടായി. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഇത്തരത്തിലൊക്കെ നിർത്തുകയാണ്. ഞാൻ പറയാനാണ് തീരത്തില്ല. അതുപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. സോഫാർ എനിക്കിപ്പം ഉപയോഗിച്ച് കുറച്ച് ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സെറ്റപ്പ് സാധനങ്ങളാണ്. അത് ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ, എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യമായിട്ട് AI ബേസ്ഡ് ആയിട്ടൊരു സ്പീക്കർ ഇറക്കിയത് ആമസോൺകാരാണ്. അത് അലക്സ. അത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. അലക്സയാണ് ആദ്യമായിട്ട് AI ബേസ്ഡ് ആയിട്ട് വോയിസ് റെക്കഗ്നേഷൻ വെച്ച് അതിൻ്റെ ഒരു മോഡിഫൈഡ് തുടക്കത്തിൽ എത്രയൊന്നുമില്ല, ഇപ്പം ഭയങ്കര സെറ്റപ്പാണ്. അവരെല്ലാ വർഷവും മോഡിഫൈ സെറ്റാണ്. അലക്സയുടെ സ്പീക്കർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. I'm sorry, but I can only shop in the primary language. Alexa, stop. Alexa, stop. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം എന്താ പറയുക, നല്ല സാധനമാണ്. താല്പര്യമുള്ളവർ മേടിക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അത്യാവശ്യം അറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട വീഡിയോ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എങ്ങനെയാണ് മേടിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും പ്രൈസോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, പറഞ്ഞു തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് പറയുക. മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വേറെ ട്രൈ ചെയ്ത് നോക്കാം. അലക്സനെ കൊണ്ട് ബൈ പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചെയ്യിപ്പിച്ച് നോക്കി, പക്ഷെ എപ്പോഴും നടക്കണമെന്നില്ല. വളരെ രസം. അലക്സ, ബൈ. ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.